നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. കാനഡയിൽ നിന്ന് നിർബന്ധിതമായി നാടുകടത്തപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ ഭയാനകമായ വർധന എന്ന് കണക്കുകൾ. വിദ്യാർത്ഥികളിലും ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളിലും ഇത് കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു. 2025 ജൂലൈ വരെ 1891 ഇന്ത്യക്കാരെ രാജ്യത്തു നിന്ന് പുറത്താക്കി കഴിഞ്ഞു. നാടുകടത്തൽ കാത്തിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം 6837 എന്ന് കാനഡ ബോർഡർ സർവീസസ് ഏജൻസിയുടെ കണക്കുകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിലെത്തി ദർശനം നടത്തി. ഇരുമുടിക്കെട്ടുമായി 18ാം പടി ചവിട്ടിയാണ് രാഷ്ട്രപതി അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയത്. കാനഡയിൽ വെച്ച് പ്രശസ്ത പഞ്ചാബി ഗായകനായ തേജി കഹ്ലോണിന് വെടിയേറ്റു. സംഭവം താനടക്കം ഇന്ത്യൻ വംശജർ കാനഡയിൽ അരക്ഷിതരാണെന്ന ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ വെളിപ്പെടുത്തലിനു പിന്നാലെ ബുഡാപെസ്റ്റിൽ ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഉച്ചകോടി നടത്താനുള്ള പദ്ധതികൾ സ്തംഭിച്ചു. ഉക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും ഉക്രൈനിൽ നിന്നുള്ള പ്രാദേശിക ഇളവുകൾ ഇല്ലാതെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടതോടെ പിന്തിരിഞ്ഞ് ട്രംപ്. H-1B വിസ ഫീസ് എങ്ങനെയാണ് അടയ്ക്കുന്നതെന്നും ആരെയൊക്കെയാണ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതെന്നും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്. പുതിയ ഫീസ് അമേരിക്കയ്ക്ക് പുറത്തുള്ള വിസ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാകൂ എന്ന് അധികൃതർ. UK-യിൽ അന്താരാഷ്ട്ര റെയിൽ യാത്രയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ചാനൽ ടണലിലൂടെ ഡബിൾ ഡെക്കർ ട്രെയിനുകൾ ഓടിക്കാൻ യൂറോസ്റ്റാർ പദ്ധതി. പരിപാലന ചെലവുകളുടെ പേരിൽ ബ്രിട്ടനിലെ ചരിത്രപ്രധാനമായ കത്തീഡ്രലുകളും പള്ളികളും അടുത്ത 5 വർഷത്തിനകം അടച്ചുപൂട്ടേണ്ടി വരാമെന്ന് റിപ്പോർട്ട്. UK-യിലെ ആരോഗ്യ സേവന മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള 50 നേതാക്കളുടെ പട്ടികയിൽ ഇടം നേടി മലയാളിയായ നഴ്സ് സതിൻ സത്യൻ. ജപ്പാനിൽ ചരിത്രം കുറിച്ച് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് സനെ തകൈച്ചി പ്രധാനമന്ത്രി പദത്തിലേക്ക്. രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകും ജപ്പാന്റെ ഉരുക്കു വനിത. PM ശ്രീയിൽ എതിർപ്പ് തുടരാൻ CPI. ഇത് സംബന്ധിച്ച് CPI മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വാർത്തകൾ വിശദമായി. കാനഡയിൽ നിന്ന് നിർബന്ധിതമായി നാടുകടത്തപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് രാജ്യത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളിലും ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളിലും കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നതായി റിപ്പോർട്ട്. കാനഡ ബോർഡർ സർവീസസ് ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം 2019 625 പേരെ മാത്രമാണ് പുറത്താക്കിയിരുന്നത്. എന്നാൽ 2025 ജൂലൈ വരെ 1891 ഇന്ത്യക്കാരെ ഇതിനകം രാജ്യത്ത് നിന്ന് പുറത്താക്കി കഴിഞ്ഞു. 2014 മൊത്തം ഏകദേശം 1997 ഇന്ത്യക്കാരാണ് നിർബന്ധിതമായി നാടുകടത്തപ്പെട്ടത്. 2019 മുതൽ ഇന്ത്യൻ പൗരന്മാരുടെ നാടുകടത്തൽ ഏകദേശം 3 ഇരട്ടിയായി വർദ്ധിച്ചു. 2024 മെക്സിക്കൻ പൗരന്മാർക്ക് ശേഷം ഏറ്റവും കൂടുതൽ നാടുകടത്തപ്പെട്ട രണ്ടാമത്തെ രാജ്യക്കാർ ഇന്ത്യക്കാരായിരുന്നു. നിലവിലെ കണക്കുകൾ പ്രകാരം നാടുകടത്തൽ കാത്തിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം 6837 ആണ്. എല്ലാ വിദേശ പൗരന്മാരിലും വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണിത്. 5170 മെക്സിക്കൻ പൗരന്മാരും 1734 അമേരിക്കൻ പൗരന്മാരുമാണ് ഈ പട്ടികയിൽ തൊട്ടു പിന്നിലുള്ളത്. കാനഡയിൽ തീർപ്പാകാതെ അവശേഷിക്കുന്ന 30,733 നാടുകടത്തൽ കേസുകളിൽ ഭൂരിഭാഗവും അഭയം തേടുന്നവരുടേതാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിലെത്തി ദർശനം നടത്തി. ഇരുമുടിക്കെട്ടുമായി 18ാം പടി ചവിട്ടിയാണ് രാഷ്ട്രപതി അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയത്. ഇന്നലെ തലസ്ഥാനത്തെത്തിയ രാഷ്ട്രപതി ഇന്ന് രാവിലെ 7:30 രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിലേക്ക് പോവുകയും രാവിലെ 9:00 കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങുകയും ചെയ്തു. പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിലാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. ആന്റോ ആന്റണി MP, KU ജനീഷ് കുമാർ MLA, പ്രമോദ് നാരായണൻ MLA, ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് എന്നിവരും സ്വീകരണത്തിനെത്തിയിരുന്നു. തുടർന്ന് പമ്പയിൽ വെച്ച് രാഷ്ട്രപതിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇരുമുടിക്കെട്ട് നിറച്ച് ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്തേക്ക് തിരിച്ചു. അവിടെ രാഷ്ട്രപതിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും 18ാം പടി കയറി ദർശനം നടത്തുകയായിരുന്നു. ദേവസ്വം മന്ത്രി VN വാസവൻ, ADGP S ശ്രീജിത്ത്, തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവർ രാഷ്ട്രപതിക്കൊപ്പം ഉണ്ടായിരുന്നു. താനടക്കം ഇന്ത്യൻ വംശജർ കാനഡയിൽ അരക്ഷിതരാണെന്ന ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ വെളിപ്പെടുത്തലിനു പിന്നാലെ കാനഡയിൽ വെച്ച് പ്രശസ്ത പഞ്ചാബി ഗായകനായ തേജി കഹ്ലോണിന് വെടിയേറ്റു. വയറ്റിലാണ് ഇദ്ദേഹത്തിന് വെടിയേറ്റത്. ഗുണ്ടാ നേതാവായ രോഹിത് ഗോദാരയുടെ കൂട്ടാളികളാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. തേജി കഹ്ലോൺ എതിരാളി സംഘങ്ങൾക്ക് ആയുധങ്ങളും പണവും നൽകുകയും ഇൻഫോമറായി പ്രവർത്തിക്കുകയും ചെയ്തതിലാണ് ആക്രമണം നടത്തിയതെന്ന് ഗോദാരയുടെ കൂട്ടാളികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. ന്യൂയോർക്ക് നഗരത്തിലെ ചൈന ടൗൺ പ്രദേശത്ത് അനധികൃത വ്യാപാര കേന്ദ്രങ്ങളിൽ ICE നേതൃത്വത്തിൽ പരിശോധന നടത്തി. അനധികൃത കുടിയേറ്റക്കാരുടെ സ്ഥാപനങ്ങളിലാണ് ചൊവ്വാഴ്ച ഫെഡറൽ ഏജന്റുമാർ സംയുക്ത ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നടപടി സ്വീകരിച്ചതെന്ന് ഒരു നിയമനിർവഹണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ലോവർ മാൻഹട്ടനിലെ ഷോപ്പിംഗിനുള്ള ഒരു പ്രധാന കേന്ദ്രമായ കനാൽ സ്ട്രീറ്റിൽ വ്യാജ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് പേരുകേട്ട പ്രദേശത്ത് നിയമനിർവഹണ ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചതറിഞ്ഞ് കച്ചവടക്കാർ അവരുടെ മേശകൾ പാക്ക് ചെയ്ത് ഓടിപ്പോകാൻ ശ്രമിച്ചുവെന്ന് ABC യുടെ ന്യൂയോർക്ക് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തു.
രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാജ വസ്തുക്കൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒന്നിലധികം ഏജൻസികളിൽ നിന്നുള്ള ICEയും ഫെഡറൽ പങ്കാളികളും പരിശോധന നടത്തിയെന്ന് അസിസ്റ്റന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ട്രീഷ്യ മക്ലൗഹ്ലിൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഉക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും ഉക്രൈനിൽ നിന്നുള്ള പ്രാദേശിക ഇളവുകൾ ഇല്ലാതെ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നതിനാൽ ബുഡാപെസ്റ്റിൽ ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഉച്ചകോടി നടത്താനുള്ള പദ്ധതികൾ സ്തംഭിച്ചു. കഴിഞ്ഞ ആഴ്ച അവസാനം നടന്ന ഒരു റൗണ്ട് നയതന്ത്ര ചർച്ചകളിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കാര്യമായ പുരോഗതി കൈവരിക്കാത്തതിനാൽ US പ്രസിഡന്റിന് തന്റെ റഷ്യൻ എതിരാളിയെ കാണാൻ ഉടൻ പദ്ധതികളൊന്നുമില്ല എന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞു. റഷ്യൻ സൈന്യം കൈവശപ്പെടുത്തിയിരിക്കുന്ന കെർസൺ, സപ്പോരിഷ പ്രവിശ്യകളുടെ ഭാഗങ്ങൾ ഉക്രൈനോട് ഉപേക്ഷിക്കാൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോട് പുടിൻ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. നമസ്കാരം. ഏറെ കൊട്ടിഘോഷിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ ബുഡാപെസ്റ്റിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഇതാ നിർണായകമായ ഒരു ഉച്ചകോടി നടത്താൻ പോകുന്നു. ഇതോടെ ഉക്രൈനിലെ സംഘർഷത്തിന് അന്തിമമായ ഒരു തീരുമാനവും കരാറും ഉണ്ടാകുമെന്നൊക്കെ ദിവസങ്ങളായി കൊട്ടിഘോഷിച്ച് നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞങ്ങൾ വ്യക്തമാക്കിയതാണ്, ബുഡാപെസ്റ്റിലേക്ക് വരാൻ രാജ്യാന്തര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കെ പുടിനൊരൽപ്പം മടിയുണ്ടെന്ന്. കാരണം വ്ളാദിമിർ പുടിന് ഡൊണാൾഡ് ട്രംപിനെ അത്ര വിശ്വാസമേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ബുഡാപെസ്റ്റിലേക്ക് ഉച്ചകോടിക്കായി ചെന്നിറങ്ങണമോ വേണ്ടയോ എന്ന്, ചെന്ന് ചാടിയൊരു കെണിയിൽ പെടണമോ എന്ന് റഷ്യയും പുടിനുമൊക്കെ ആലോചിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും എന്താണ് സംഭവിക്കുന്നതെന്ന്, അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് യാഥാർത്ഥ്യമാകുന്നതെന്നും കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾ നീണ്ട പുടിനുമായുള്ള ഉച്ചകോടി വിവരണങ്ങൾക്ക് ശേഷം ഇതാ ട്രംപ് പതിവ് പോലെ തന്റെ പ്ലേറ്റ് മാറ്റിയടിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മാധ്യമപ്രവർത്തകരോട് എയർഫോഴ്സ് വണ്ണിൽ വെച്ച് ട്രംപ് പറഞ്ഞത് പാഴായിപ്പോയൊരു കൂടിക്കാഴ്ചയാണത്, ഇനി അത് നടത്താൻ തനിക്ക് താല്പര്യമില്ലെന്നോ. തനിക്ക് സമയം പാഴാക്കാൻ താല്പര്യമില്ല, അതിനാൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടിക്കാഴ്ചയ്ക്കായി തന്റെ കയ്യിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എന്നാണ് ഈ അമേരിക്കയിലെ കാരണഭൂതൻ പറഞ്ഞു വെക്കുന്നത്. വൈറ്റ് ഹൗസ് പറയുന്ന ന്യായീകരണം ഇതാണ്: ഉക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും ഉക്രൈനിൽ നിന്നുള്ള ഇളവുകൾ ഇല്ലാതെ തന്നെ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നതിനാൽ ബുഡാപെസ്റ്റിൽ ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ പുടിനും തമ്മിൽ ഉച്ചകോടി നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. അതുതന്നെയാണ് ട്രംപ് പറഞ്ഞതും. എന്ത് കാരണം ഇരിക്കുന്നു പുടിനുമായി ഉച്ചകോടി നടത്താനെന്ന്? കാരണം യൂറോപ്യൻ യൂണിയനും ഉക്രൈനും എതിർക്കുന്ന ഒരു കാര്യം, ഉക്രൈന്റെ സ്വന്തം ഭൂമി വിട്ടുകൊടുക്കുക റഷ്യക്കുന്ന കാര്യം, അതുപോലും ഉറപ്പു നൽകാൻ കഴിയാതെ ഞാൻ എന്ത് പോയി പുടിനോട് പറയുമെന്നാണ് ഇപ്പോൾ ട്രംപ് ചോദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അവസാനം നടന്ന ഒരു റൗണ്ട് നയതന്ത്ര യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കാര്യമായ പുരോഗതിയൊന്നും ആ നയതന്ത്ര ചർച്ചകൾക്കില്ലായിരുന്നു. പുടിനും ട്രംപും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ്, അടുത്ത നടപടിയായിട്ടാണ് ബുഡാപെസ്റ്റിൽ വെച്ച് കാണാമെന്ന് ട്രംപ് പുടിന് വാക്കുകൊടുത്തത്. അതുകൊണ്ട് തന്നെ ഉടൻ ഭാവിയിൽ US പ്രസിഡന്റ് പുടിനെ കാണാനുള്ള ഒരു പദ്ധതിയും കയ്യിലില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തന്നെ വന്ന് കണ്ട ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കിയോട് പറഞ്ഞത് ഡോൺബാസ് ഭൂരിഭാഗവും റഷ്യയുടെ കയ്യിലാണ്, മറ്റു പ്രദേശങ്ങളും അതൊക്കെ അങ്ങ് വിട്ടുകൊടുക്കുക, മറ്റു ഡിമാൻഡുകളൊന്നും വേണ്ട, നമുക്ക് റഷ്യയെ കൊണ്ട് പുടിനെ കൊണ്ടൊരു ശാശ്വതമായ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെപ്പിക്കാം, അതുകൊണ്ട് അവിടെ കയ്യിലായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് പോകട്ടെ, അത് നമ്മൾ ഇനി നോക്കേ വേണ്ടെന്നാണ് ട്രംപ് സെലൻസ്കിയെ ഉപദേശിക്കുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഈ ട്രംപിന്റെ നിലപാട് ഉക്രൈനും സ്വീകാര്യമല്ല. ഉക്രൈനെ സംരക്ഷിക്കാൻ ഫണ്ട് ഇറക്കി, സൈന്യത്തെ ഇറക്കി സജ്ജമായി നിൽക്കുന്ന ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും ഒന്നും തയ്യാറല്ലെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ട്രംപിന് വളരെ വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവുമില്ല, ഇനി എന്ത് കാരണത്താൽ താൻ പുടിനെ പോയി കാണും ബുഡാപെസ്റ്റിൽ എന്ന് ട്രംപ് ഇപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്നു. എന്തായാലും ഉക്രൈന്റെ ചില ഭാഗങ്ങൾ റഷ്യക്ക് വിട്ടുകൊടുത്താൽ പിന്നെ എന്ത് സുരക്ഷ എന്നാണ് യൂറോപ്യൻ യൂണിയനും UK ഒക്കെ ചോദിക്കുന്നത്. പിന്നെ തങ്ങളുടെ സൈന്യത്തെ ഉക്രൈനിൽ കൊണ്ട് യുദ്ധാനന്തര ഉക്രൈനെ സംരക്ഷിക്കാൻ നിർത്തിയിട്ട് എന്ത് കാര്യമെന്നും അവർ ചോദിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് ഇപ്പോൾ ചർച്ചകളിൽ നിന്നും പിന്മാറിയത്. ബുഡാപെസ്റ്റ് ഉച്ചകോടിക്ക് റഷ്യ ഇപ്പോഴും തങ്ങളുടെ സന്നദ്ധത അറിയിച്ച് കാത്തു നിൽക്കുകയാണ്. ട്രംപ് ആവശ്യപ്പെട്ട അനുസരിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും തമ്മിൽ കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു, വിശദമായി ചർച്ച നടത്തിയിരുന്നു. എന്തായാലും ലാവ്റോവ് പറഞ്ഞത് ഉച്ചകോടിക്കായുള്ള ബുഡാപെസ്റ്റിലെ കൂടിക്കാഴ്ചയ്ക്കായുള്ള തങ്ങളുടെ രാജ്യത്തിന്റെ നിലപാടിൽ ഇതുവരെ ഒരു മാറ്റവുമില്ലെന്നായിരുന്നു. പക്ഷേ അലാസ്ക ഉച്ചകോടിയിൽ ഉണ്ടാക്കിയ ധാരണകളിൽ ഒരു മാറ്റവും ഇതുവരെ തങ്ങൾ വരുത്തിയിട്ടില്ലെന്നും
സെർജി ലാവ്റോവ് മാർക്കോ റൂബിയോട് അറിയിച്ചിരുന്നു. ഇത് ഔദ്യോഗികമായി വ്യക്തമാക്കാൻ താൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം താൻ ഇത് റൂബിയോട് പറഞ്ഞിരുന്നതാണെന്നും സെർജി ലാവ്റോവ് പരസ്യമായി പറഞ്ഞു. എന്താണ് റഷ്യയുടെ ഡിമാൻഡ്? റഷ്യൻ സൈന്യം ഉക്രൈനിൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന കെർസൺ സപ്പോർഷ പ്രവിശ്യയിലെ ഭാഗങ്ങൾ ഉക്രൈനോട് വിട്ടുകൊടുക്കാനാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോട് പുടിൻ നിർദ്ദേശിച്ചത്. മോസ്കോ വളരെ കാലമായി കാത്തിരുന്ന ഡൊണസ്ക് മുഴുവൻ പിടിച്ചെടുത്തു. അത് റഷ്യ മുഴുവൻ തിരിച്ചു പിടിച്ചതോടെ ഉക്രൈന് തങ്ങളുടെ മധ്യ ഉക്രൈനിലേക്ക് കീവിൽ നിന്ന് പോകാനുള്ള മെയിൻ മാർഗമാണ് അടഞ്ഞുപോയത്. അത് വിട്ടുകൊടുത്താൽ ഉക്രൈൻ പകുതിയായി മുറിയും, രണ്ടായി മുറിയും. അതുതന്നെയാണ് പുടിന്റെ തന്ത്രവും. പക്ഷേ ഉക്രൈൻ അതിൽ താല്പര്യമില്ല. ഉക്രൈൻ പറയുന്നതനുസരിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും അതിൽ താല്പര്യമില്ല. അതുകൊണ്ട് ഈ പ്രാദേശികമായ ഇളവുകളൊന്നും അംഗീകരിക്കാതെ വെടിനിർത്തൽ സാധ്യമാക്കിയാൽ മാത്രം മതി, അല്ലെങ്കിൽ വേണ്ട എന്നാണ് യൂറോപ്യൻ യൂണിയൻ ഉക്രൈന് നൽകിയ ഉപദേശം. ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി ട്രംപിനെ കണ്ടത് ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ആവശ്യപ്പെട്ടാണ്. എന്നാൽ ട്രംപ് ഉക്രൈന് ടൊമഹോക്ക് ക്രൂയിസ് മിസൈൽ നൽകുന്നതിന് ഉപാധിയായി പറഞ്ഞത് ഡൊണസ്ക് അടക്കമുള്ള സപ്പോർഷ അടക്കമുള്ള ഭാഗങ്ങൾ വിട്ടുകൊടുക്കണമെന്നാണ്. അപ്പോൾ തന്നെ ഉക്രൈൻ അത് നിരസിച്ചു, സെലൻസ്കി അത് നിരസിച്ചു. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തു? എന്നാൽ നിങ്ങൾക്ക് ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ തരുന്നില്ലെന്ന് വ്യക്തമായി സെലൻസ്കിയുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. എന്തിനാണ് ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഉക്രൈൻ ഇത്ര ശക്തമായി അമേരിക്കയോട് ആവശ്യപ്പെടുന്നത്? അതിന്റെ ആക്രമണ പരിധി 1000 മൈലാണ്. അതായത് റഷ്യയെ കൂടുതൽ സൈനിക സമ്മർദ്ദത്തിലാക്കാൻ ഈ ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾക്കാകുമെന്ന് ഉക്രൈൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. റഷ്യക്കുള്ളിലെ എണ്ണ ശുദ്ധീകരണശാലകൾ, വ്യാവസായ കേന്ദ്രങ്ങൾ ഇവയൊക്കെ ലക്ഷ്യമാക്കാൻ ഈ ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾക്ക് സാധിക്കും. അങ്ങനെ വന്നാൽ യുദ്ധത്തിന്റെ ഗതി ഇനി അങ്ങോട്ട് മാറും. റഷ്യ കടുത്ത പ്രതിരോധത്തിലാകും. അതാണ് ഉക്രൈന്റെ തന്ത്രം. ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ എന്തായാലും നൽകുന്നില്ല എന്ന ഒരു ഇരട്ടത്താപ്പ് നയം ഉക്രൈനോട് പറഞ്ഞത്. പുടിനോട് പറഞ്ഞത് നിങ്ങളുമായി ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം തന്റെ കയ്യിലില്ലെന്ന്. അല്ലാതെ ചർച്ച ചെയ്യുന്നില്ലെന്നല്ല, തനിക്കൊരു കാരണമില്ല, ചർച്ച ചെയ്യുന്നില്ല. ഉക്രൈനോട് പറഞ്ഞത് നിങ്ങൾക്ക് ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഇല്ല. കാരണം ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ അത് US ഉക്രൈന് നൽകണമെങ്കിൽ യൂറോപ്യൻ യൂണിയനും UK ഒക്കെ പണം നൽകണം. അതിന് പണം നൽകാൻ അവർ തയ്യാറാണ്. പക്ഷേ ഈ ക്രൂയിസ് മിസൈലുകൾ ഉക്രൈൻ സൈന്യത്തിന് നൽകിയാൽ 1-2 ദിവസങ്ങൾ കൊണ്ട് ഡ്രോൺ ആക്രമണം നടത്തിയതുപോലെ തന്നെ റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകളെയും മറ്റും ഇവർ തകർത്തെറിയുമെന്ന് ട്രംപിന് അറിയാം. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ ട്രംപിന്റെ നിയന്ത്രണത്തിൽ നിൽക്കില്ല. എല്ലാം ഉക്രൈന്റെ വിജയമായി അത് കണക്കാക്കും. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഈ ഒരു നിർണായകമായ നിലപാടെടുത്തിരിക്കുന്നത്. പുടിനുമായി കാണുന്നില്ല, ഉക്രൈന് ടൊമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ നൽകുന്നുമില്ല. ഉക്രൈൻ റഷ്യ തമ്മിലുള്ള നിലവിലെ സമ്പർക്ക രേഖ കേന്ദ്രമാക്കി വേണം വെടിനിർത്തൽ ചർച്ച നടത്തേണ്ടതെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സെലൻസ്കിയും UK, ഫ്രാൻസ്, ജർമ്മനി, മറ്റ് 5 യൂറോപ്യൻ രാജ്യങ്ങളിലെ നേതാക്കളും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ട്രംപിന്റെ ആഹ്വാനത്തെ അംഗീകരിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ്, ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണി, പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എന്നിവർ ഒപ്പുവെച്ച പ്രസ്താവനയാണ് പുറത്തുവന്നത്. ഫിൻലാൻഡ്, നോർവേ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരും പ്രസ്താവനയെ അംഗീകരിച്ചു. H-1B വിസ ഫീസ് എങ്ങനെയാണ് അടയ്ക്കുന്നതെന്നും ആരൊക്കെയാണ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നും US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പുതിയ ഫീസ് അമേരിക്കയ്ക്ക് പുറത്തുള്ള പുതിയ വിസ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാകൂ എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. നിലവിലുള്ള വിസ ഉടമകൾ, F1 വിസ ഉടമകളായ വിദേശ വിദ്യാർത്ഥികൾ, L1 വിസ ഉടമകളായ പ്രൊഫഷണലുകൾ എന്നിവർ H-1B വിസയിലേക്ക് മാറുന്നതിന് $1,00,000 ഫീസ് നൽകേണ്ടതില്ല എന്ന് US പൗരത്വ കുടിയേറ്റ വകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഒടുവിൽ തീരുമാനമായിരിക്കുന്നു അമേരിക്കയിലെ H-1B വിസയിൽ ആർക്കൊക്കെ ലോട്ടറി അടിക്കുമെന്ന്. ഇന്ത്യൻ വിദഗ്ധരെ മടക്കി വിടണം, കഴിവുള്ള IT വിദഗ്ധരെ അമേരിക്കയിലേക്ക് അടുപ്പിക്കരുത്, IT കമ്പനികളെ മൊത്തത്തിൽ പൂട്ടിക്കണം എന്നൊക്കെയാണ് ട്രംപിന്റെ മനസ്സിലിരിക്കുന്നത്. വിദേശികളായ വിദഗ്ധ ജോലിക്കാർക്ക് US നൽകുന്ന H-1B വിസയുടെ ഫീസ് $1,00,000 ആക്കി വർദ്ധിപ്പിച്ചത് സെപ്റ്റംബർ 21 പ്രാബല്യത്തിൽ വന്നത്. അന്നു മുതൽ ഇന്ന് വരെ അഭ്യൂഹങ്ങൾ തുടരുകയായിരുന്നു. ആരൊക്കെ വിസയ്ക്ക് പണമടയ്ക്കണം, ആർക്കൊക്കെ അടയ്ക്കേണ്ട, പുതിയ വിസയ്ക്ക് മാത്രമാണോ അതോ നിലവിൽ H-1B വിസ ഹോൾഡർമാർക്കും ഈ ഫീസ് ബാധകമാണോ എന്ന്. ഇപ്പോഴിത് എങ്ങനെയാണ് ഇത് അടയ്ക്കുന്നത്, ആർക്കൊക്കെ അടയ്ക്കേണ്ടി വരുമെന്നൊക്കെ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. സെപ്റ്റംബർ 21 പുലർച്ചെ 12:01 ശേഷം
വിസ തരം മാറ്റുന്നതിനോ വിസ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ താമസം നീട്ടുന്നതിനോ അപേക്ഷിക്കുന്ന ഇതിനകം തന്നെ US-ലുള്ള ആൾക്കാർക്ക് ഈ നിയമം ബാധകമല്ല. ആ വ്യക്തി പിന്നീട് US വിട്ട് അതേ അംഗീകൃത വിസയിൽ തിരിച്ചെത്തിയാൽ പുതിയ ഫീസ് അടയ്ക്കണ്ട. ബാക്കിയുള്ള എല്ലാവരും ഫീസ് അടയ്ക്കണം. $2000 $5000 ഇടയായിരുന്ന ഈ ഫീസ് കുത്തനെ $1,00,000 വർദ്ധിപ്പിച്ചത് H-1B വിസയുടെ കനത്ത ഉപഭോക്താക്കളായ ഇന്ത്യക്ക് വലിയൊരടിയായിരുന്നു. 70% ഈ വിസ കൈവശം വച്ചിരിക്കുന്നവർ ഇന്ത്യക്കാരാണ്. അവർക്കൊക്കെ ഇനി ഇത് ബുദ്ധിമുട്ടാണ്. അതേസമയം വിസ ഫീസ് വർദ്ധിപ്പിച്ചെങ്കിലും ആർക്കൊക്കെയാണ് ബാധകമാകുക എന്നതിൽ തീരുമാനമായിരുന്നില്ല. ഇപ്പോഴാ തീരുമാനവുമായി. ഇന്ത്യൻ IT വിദഗ്ധർ, എഞ്ചിനീയർമാർ, അനലിസ്റ്റുകൾ എന്നിവർ അമേരിക്കൻ തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നതിൽ ഒരു പ്രധാന മാർഗമായിരുന്നു H-1B വിസ. ഫീസ് വർദ്ധിപ്പിച്ചത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ വിസ പ്രകാരം വരുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടാക്കും. ഒരു കമ്പനികളും $1,00,000 വരെ അടച്ച് ഒരു ഇന്ത്യൻ വിദഗ്ധനെയും അങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കില്ല. അല്ലെങ്കിൽ അത്ര വൈദഗ്ധ്യമുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ കമ്പനികൾക്ക് അമേരിക്കൻ പൗരന്മാരെ നിയമിക്കുന്നതിലൂടെ ഈ ഒരു വിടവ് നികത്താമെന്നാണ് ട്രംപിന്റെ കണ്ടെത്തൽ. എന്നാൽ ഇവർക്ക് നൽകേണ്ട ശമ്പളമോ ഇന്ത്യക്കാർക്ക് നൽകുന്നതിനേക്കാൾ ഇരട്ടിയാകുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. H-1B വിസ ഫീസ് എങ്ങനെയാണ് അടയ്ക്കുന്നത്, ആർക്കൊക്കെയാണ് ഫീസിൽ നിന്നും മാറ്റം കിട്ടിയിട്ടുള്ളതെന്നൊക്കെ ആ മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുതിയ ഫീസ് അമേരിക്കയ്ക്ക് പുറത്തുള്ളവർക്ക് മാത്രമേ ബാധകമാകൂ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ദേശീയ താൽപര്യത്തിന് അനുസൃതമെന്ന് തീരുമാനിക്കുന്ന അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമേ ഒരു വ്യക്തിയെ ഈ $1,00,000 ഫീസിൽ നിന്നും ഒഴിവാക്കുകയുള്ളൂ. നിലവിലുള്ള വിസ ഉടമകൾ, F-1 വിസ ഉടമകളായ വിദേശ വിദ്യാർത്ഥികൾ, L-1 വിസ ഉടമകളായ പ്രൊഫഷണലുകൾ എന്നിവർ H-1B വിസയിലേക്ക് മാറുന്നതിന് $1,00,000 ഫീസ് നൽകേണ്ടതില്ല. അതേസമയം അപേക്ഷ നിഷേധിച്ചാൽ തൊഴിലുടമ ഫീസ് നൽകേണ്ടി വരും. ഒരാൾക്ക് നിലവിൽ സാധുവായ വിസ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വിസ സ്റ്റാറ്റസ് മാറ്റാനുള്ള അഭ്യർത്ഥന അംഗീകരിക്കുന്നതിന് മുമ്പ് ആ വ്യക്തി US വിട്ടുപോയാൽ അവർ പുതിയ H-1B വിസയ്ക്ക് ഫീസ് നൽകേണ്ടി വരും. എന്നാൽ ഒരു വ്യക്തിക്ക് ഇതിനകം തന്നെ സാധുവായ H-1B വിസ ഉണ്ടെങ്കിൽ ഇവരുടെ അപേക്ഷ സെപ്റ്റംബർ 21 ഈ വർഷം സെപ്റ്റംബർ 21 മുമ്പ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുതിയ നിയമം അവർക്ക് ബാധകമല്ല. അപേക്ഷ സമർപ്പിക്കുന്നവർ, പുതുതായി നൽകുന്നവർ pay.gov ഉപയോഗിച്ച് ആവശ്യമായ $1,00,000 പേയ്മെന്റ് നൽകണം. പിന്നീട് ബാക്കി കാര്യങ്ങൾ. IT, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, മെഡിസിൻ തുടങ്ങിയ മേഖലകളിൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഉയർന്ന വൈദഗ്ധ്യമുള്ള ജീവനക്കാരെ അവരെ നിയമിക്കാൻ വേണ്ടിയാണ് US അനുവദിക്കുന്ന വിസ പ്രോഗ്രാമാണ് ഈ H-1B. കമ്പനി സ്പോൺസർ ചെയ്യുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതത് കമ്പനികളാണ് ഇതിന്റെ പണം അടയ്ക്കേണ്ടത്. ഈ തുക $2,000 മുതൽ $5,000 നിന്നും $1,00,000 വരെ ആക്കി വർദ്ധിപ്പിച്ചതിന് പിന്നിൽ അമേരിക്കൻ ഭരണകൂടത്തിന് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. H-1B വിസയ്ക്കെതിരെ ട്രംപിന്റെ പ്രചാരണ കാലത്ത് അമേരിക്കൻ പൗരന്മാർക്കിടയിൽ വലുതോതിൽ വികാരം ഉയർന്നിരുന്ന ഒരു വിഭാഗത്തിൽ ഈ വിസ അധികം നൽകരുത്, അത് കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് തുല്യമാകും, അമേരിക്കക്കാരായ IT വിദഗ്ധരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ തദ്ദേശീയർക്ക് വിദേശികളേക്കാൾ കൂടുതൽ അവസരം നൽകണമെന്നായിരുന്നു ട്രംപിന്റെ പ്രചരണ വേളയിൽ ഉയർന്ന ഒരു വാദം. ട്രംപിന്റെ മിക്ക പ്രമുഖ അനുകൂലികളും ഈ വാദത്തിന് അനുകൂലവുമായിരുന്നു. വിദേശത്തു നിന്നും ഏറ്റവും മികച്ച തോതിൽ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരന് മാത്രം അവസരം നൽകുക എന്നതും ഈ ഒരു ലക്ഷ്യത്തിന് പിന്നുണ്ട്. ബാക്കിയുള്ളവരെല്ലാം അമേരിക്കയിലേക്ക് വരണ്ട എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിസ US സിറ്റിസൺഷിപ്പ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം H-1B വിസ നൽകുന്നതിൽ ആർക്കൊക്കെ ഫീസ് അടയ്ക്കണം, ആർക്കൊക്കെ ഫീസ് അടയ്ക്കേണ്ടത്, 2025 സെപ്റ്റംബർ 21 മുതൽ അപേക്ഷിച്ചവർക്കെല്ലാം ഇതേ ഫീസ് പുതുതായി വിസ നേടിയെടുക്കാൻ അടയ്ക്കേണ്ടി വരും. അല്ലാത്തവർക്ക് വേണ്ട എന്ന് തന്നെയാണ് വളരെ വ്യക്തമായി ഇപ്പോൾ US അധികൃതർ പറഞ്ഞിരിക്കുന്നത്. UK-യിൽ അന്താരാഷ്ട്ര റെയിൽ യാത്രയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ചാനൽ ടണലിലൂടെ ഡബിൾ ഡെക്കർ ട്രെയിനുകൾ ഓടിക്കാൻ യൂറോസ്റ്റാർ പദ്ധതിയിടുന്നു. നിർമ്മാതാക്കളായ ആൽസ്റ്റോമിൽ നിന്ന് കുറഞ്ഞത് 30 മുതൽ 50 വരെ പുതിയ ട്രെയിനുകൾക്കായി €2 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചതായി റെയിൽ ഓപ്പറേറ്റർ പ്രഖ്യാപിച്ചു. ഡബിൾ ഡെക്കറുകൾ 2031 മുതൽ സർവീസ് ആരംഭിക്കും. ഓരോന്നിനും 1000-ലധികം യാത്രക്കാരെ വഹിക്കാൻ കഴിയും. UK മെയിൻലാൻഡിലേക്ക് ഓടുന്ന ആദ്യത്തെ ഡബിൾ ഡെക്കറുകളായ സെലസ്റ്റിയ ട്രെയിനുകൾക്ക് നിലവിലുള്ള ഏറ്റവും വലിയ ട്രെയിനുകളെക്കാൾ 20% കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരിക്കുമെന്ന് യൂറോസ്റ്റാർ പറഞ്ഞു. വടക്കുകിഴക്കൻ ലണ്ടനിലെ ടെമ്പിൾ മിൽസ് ഡിപ്പോയിലെ മുഴുവൻ ഫ്ലീറ്റും
ഡിപ്പോ 80 മില്യൺ യൂറോ കൂടി നിക്ഷേപിച്ച് പുനർവികസിപ്പിക്കാനും 350 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവർ പ്രതീക്ഷിക്കുന്നു. പരിപാലന ചെലവുകളുടെ പേരിൽ ബ്രിട്ടനിലെ ചരിത്ര പ്രധാനമായ കത്തീഡ്രലുകളും പള്ളികളും അടുത്ത 5 വർഷത്തിനകം അടച്ചുപൂട്ടേണ്ടി വരാമെന്ന് റിപ്പോർട്ട്. ബ്രിട്ടനിലെ 20,000-ലധികം ലിസ്റ്റ് ചെയ്ത ആരാധനാലയങ്ങളിൽ പലതും ചരിത്ര പ്രധാനമായ നിർമ്മിതികളാണെന്നിരിക്കെയാണ് ഈ അവസ്ഥ. നാഷണൽ ചർച്ചസ് ട്രസ്റ്റ് നടത്തിയ സർവേ പ്രകാരം 5 വർഷത്തിനുള്ളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഏകദേശം 900 പള്ളികൾ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ട്. സർവേയിൽ പങ്കെടുത്ത 3600-ലധികം പള്ളികളിൽ ഏകദേശം 20% കെട്ടിടങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ തകർന്നുവെന്ന് അറിയിക്കുകയും 40% പള്ളികളുടെ മേൽക്കൂരകൾ അടിയന്തരമായി പരിചരണം ആവശ്യമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പല പള്ളികളും അടിസ്ഥാന ചെലവുകൾക്കായി ഫണ്ടുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സർക്കാർ 5 വർഷം മുൻപ് ആരാധനാലയ പരിചരണത്തിന് 25,000 പൗണ്ടിന് മുകളിലുള്ള ചെലവിൽ വാറ്റ് ഏർപ്പെടുത്തിയിരുന്നു. ഇത് ഫണ്ട് സ്രോതസ്സുകളിൽ ആശ്രയിച്ചിരുന്ന പള്ളികൾക്ക് അധിക ഭാരമായി തീർന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നവംബർ 18-ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വൈറ്റ് ഹൌസിൽ സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട്. സൗദി അറേബ്യ അമേരിക്കയുമായുള്ള പ്രതിരോധ കരാറിന് അന്തിമ രൂപം നൽകാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് സൗദി കിരീടാവകാശിയുടെ സന്ദർശനം. ട്രംപിന്റെ 2ാം ടൈമിൽ കിരീടാവകാശം നടത്തുന്ന ആദ്യ വാഷിംഗ്ടൺ സന്ദർശനമാണിത്. പ്രതിരോധ രഹസ്യാന്വേഷണ സഹകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, സൈനിക സഹകരണം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടൽ, മെയ് മാസത്തിൽ ട്രംപിന്റെ 4 ദിവസത്തെ മിഡിൽ ഈസ്റ്റ് യാത്രയിൽ ഈ വർഷം ആദ്യം ഉണ്ടാക്കിയ കരാറുകൾ എന്നിവയിൽ ഊന്നിയാവും ചർച്ചകൾ എന്നാണ് പ്രതീക്ഷ. സന്ദർശന വേളയിൽ ഇരുപക്ഷവും കരാറുകൾ ഒപ്പുവെക്കൽ പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CBS റിപ്പോർട്ട് ചെയ്തു. UK-യിലെ ആരോഗ്യ സേവന മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള 50 കറുത്ത വർഗ ഏഷ്യൻ ന്യൂനപക്ഷ വിഭാഗ നേതാക്കളുടെ പട്ടികയിൽ ഇടം നേടി മലയാളിയായ നഴ്സ് സജൻ സത്യൻ. ഹെൽത്ത് സർവീസ് ജേണൽ പ്രസിദ്ധീകരിച്ച ഈ പട്ടികയിൽ ലണ്ടൻ മേയർ സാദിഖ് ഖാൻ, ഇമിഗ്രേഷൻ മന്ത്രി സീമ മൽഹോത്ര, റോയൽ കോളേജ് ഓഫ് ഫിസീഷ്യൻ പ്രസിഡന്റ് മുംതാസ് പട്ടേൽ തുടങ്ങിയ പ്രമുഖരും ഉൾപ്പെട്ടിട്ടുണ്ട്. എയർഡെയിൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ഡെപ്യൂട്ടി ചീഫ് നഴ്സും അലയൻസ് ഓഫ് സീനിയർ കേരള നഴ്സസ് സ്ഥാപകനുമാണ് സജൻ സത്യൻ. UK-യിലേക്ക് പുതിയതായി എത്തുന്ന മലയാളി നഴ്സുമാർക്ക് പിന്തുണയും മാർഗനിർദ്ദേശവും നൽകാനാണ് അലയൻസ് ഓഫ് സീനിയർ കേരള നഴ്സസ് രൂപീകരിച്ചത്. 2009-ൽ NHS-ൽ ചാർജ് നഴ്സായി സേവനം ആരംഭിച്ച സജൻ സത്യൻ നോർത്ത് മിഡ്ലാൻഡ്സ് മേഖലകളിൽ നിരവധി ട്രസ്റ്റുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ലീഡ്സ് ടീച്ചിംഗ് ഹോസ്പിറ്റൽസിൽ ലീഡ് അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീഷണറായും ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംഗ്ലണ്ടിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് 2023-ൽ അദ്ദേഹം എയർഡെയിൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ഡെപ്യൂട്ടി ചീഫ് നഴ്സായി ചുമതലയേറ്റത്. ജപ്പാനിൽ ചരിത്രം കുറിച്ച് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് സനെ തകൈച്ചി. പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് സനെ തകൈച്ചി. ജപ്പാന്റെ ഉരുക്ക് വനിത എന്നാണ് തകൈച്ചി അറിയപ്പെടുന്നത്. ജപ്പാനിലെ അധോ സഭയിൽ ചരിത്ര വോട്ടുകൾ നേടിയതോടെ രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്ന തകൈച്ചി 465 പേരുള്ള സഭയിൽ 237 വോട്ടുകളാണ് നേടിയത്. അധോ സഭയിലും തകൈച്ചിക്ക് മുൻതൂക്കം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജപ്പാന്റെ 104-ാമത്തെ പ്രധാനമന്ത്രിയായി തകൈച്ചി മാറും. പ്രധാനമന്ത്രിയായ സ്ഥാനമേറ്റാൽ വലിയ വെല്ലുവിളികളാണ് തകൈച്ചിയെ കാത്തിരിക്കുന്നത്. ജപ്പാനിൽ 5 വർഷത്തിനിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 4-ാമത്തെ പ്രധാനമന്ത്രിയാണ് തകൈച്ചി. സാമ്പത്തിക അസമത്വങ്ങളും കുറഞ്ഞ ജനന നിരക്കും അതുയർത്തുന്ന സാമൂഹ്യ പ്രതിസന്ധികളുമാണ് നിലവിൽ ജപ്പാനിലുള്ളത്. ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിന് കോടതി 5 വർഷം തടവിന് ശിക്ഷിച്ച മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസിനെ പാരീസിൽ ജയിലിലടച്ചു. അന്തരിച്ച ലിബിയൻ ഏകാധിപതി മുഅമ്മർ ഗദ്ദാഫിയുടെ ഭരണകൂടത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണ ഫണ്ട് കൈക്കലാക്കാനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് നടപടി. ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്തിന്റെ ആദ്യത്തെ മുൻ തലവനും ജയിലിൽ കഴിയുന്ന ആദ്യത്തെ ഫ്രഞ്ച് യുദ്ധാനന്തര നേതാവുമാണ് 2007-നും 2012-നും ഇടയിൽ ഫ്രാൻസിന്റെ വലതുപക്ഷ പ്രസിഡന്റ് ആയിരുന്ന നിക്കോളാസ് സർക്കോസി. ശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകിയ സർക്കോസി പാരീസിന്റെ തെക്ക് ഭാഗത്തുള്ള ലാസാന്റെ ജയിലിലാകും കഴിയുക. അഫ്ഗാനിസ്ഥാൻ വിദേശ രാജ്യങ്ങളുമായി സ്വതന്ത്രമായിട്ടാണ് ബന്ധങ്ങൾ പുലർത്തുന്നതെന്നും ദേശീയ താൽപര്യങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് പറഞ്ഞു. പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും അഫ്ഗാന്റെ മണ്ണ് മറ്റു രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത് താലിബാന്റെ നയമല്ല എന്നും അഫ്ഗാൻ പ്രതിരോധ മന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന് സ്വന്തം നിലയ്ക്ക് യാതൊന്നും ചെയ്യാനുള്ള ചങ്കൂറ്റമില്ലെങ്കിലും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്നതുപോലെ ആരുടെ കയ്യിൽ നിന്നൊക്കെ അടി ഇരന്നു വാങ്ങിയാലും കുറ്റം മൊത്തം ഇന്ത്യക്കാണ്. പാകിസ്ഥാന്റെ ഭീകരവാദ നയങ്ങൾ ഇന്ത്യക്കെതിരായ ദീർഘകാല രക്തരൂക്ഷിത യുദ്ധമാണ്. അതിനോട് അന്ധമായ സഹിഷ്ണുതയല്ല, ശക്തമായ പ്രതികരണമാണ് ഇന്ന് ഇന്ത്യയുടെ മറുപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലം ഈ നിലപാടിന്റെ പ്രതീകമായി മാറി. രാജ്യസുരക്ഷ എന്ന വാക്ക് രാഷ്ട്രീയ മുദ്രാവാക്യവും പ്രചരണ ആയുധവും മാത്രമല്ല, അതൊരു ആത്മാഭിമാനത്തിന്റെ വാക്കായും മാറിയിരിക്കുന്നു ഇന്ത്യക്ക്.
സർജിക്കൽ സ്ട്രൈക്ക് മുതൽ ബാലാകോട്ട് ആക്രമണം വരെ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ സമീപനത്തിന് മോദി ഒരു പുതിയ മുഖം നൽകി. അതുതന്നെയാണ് പാകിസ്ഥാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. ഇന്ത്യയോട് ഇനി കളിയൊന്നും നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ നാവുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധം സ്വന്തം വർഗത്തെ പോലും കണ്ടാൽ ഉറക്കെ കുരയ്ക്കുന്ന നായ്ക്കളുടേതുപോലെ വിവേകശൂന്യമായി മാറിക്കഴിഞ്ഞു. താലിബാൻ നേതാവ് ഇന്ത്യ സന്ദർശിച്ചത് മുതൽ പാക്കികൾക്ക് നെഞ്ചിടിച്ചു തുടങ്ങി. മതത്തിനെ കൂട്ടുപിടിച്ച് നടത്തുന്ന നെറുകേടിന്റെ മുഖംമൂടി കൂടി അഴിഞ്ഞു വീഴാൻ പോകുന്നു എന്ന തിരിച്ചറിവും, തിരിച്ചടി കിട്ടിയാൽ ഇനി ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റുമെന്നുള്ള വാക്ക് അക്ഷരം പ്രതി സത്യമാകുമെന്നുള്ളതും പാകിസ്ഥാന്റെ മേൽ പാമ്പു കടിച്ചവന്റെ തലയിൽ ഇടുത്തി വീണതുപോലെയായി. ഇന്ത്യയുടെ കേവലം ആയുധം മാത്രമാണ് താലിബാൻ എന്നും ഇന്ത്യ പിന്നിൽ നിന്ന് കളിക്കുകയാണ് എന്നുമുള്ള ആരോപണമായിരുന്നു പെറുക്കിക്കൂട്ടിയ തീവ്രവാദികളുടെയും തിരിഞ്ഞോടിയ സൈനികരുടെയും തോത്തുകൂട്ടിയ ആയുധങ്ങളുടെയും മിസൈലുകളുടെയും മുന്നിൽ നിന്ന് പാക്കികൾ നിലവിളിച്ചു. അന്നേ ഇന്ത്യ പറഞ്ഞതാണ് പാക്കികളെ തുടച്ചു മാറ്റാൻ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാനുള്ള തണ്ടല് ഇന്ത്യക്കുണ്ടെന്ന്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനുമായുള്ള താലിബാൻ സംഘർഷത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന പാക് ആരോപണം തള്ളി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രി മുഹമ്മദ് യാക്കൂബ് മുജാഹിദും രംഗത്തു വന്നു. പാകിസ്ഥാന്റെ ആരോപണം അടിസ്ഥാനരഹിതവും യുക്തിരഹിതവും അസ്വീകാര്യവുമാണ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ വിദേശ രാജ്യങ്ങളുമായി സ്വതന്ത്രമായിട്ടാണ് ബന്ധങ്ങൾ പുലർത്തുന്നതെന്നും ദേശീയ താൽപര്യങ്ങൾക്ക് അനുസൃതമായി ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും അഫ്ഗാന്റെ മണ്ണ് മറ്റു രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത് താലിബാന്റെ നയമല്ല എന്നും ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ അഫ്ഗാൻ ഇന്ത്യയുമായി ബന്ധം പുലർത്തുന്നു എന്നും താലിബാന്റെ ദേശീയ താൽപര്യങ്ങളുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ആ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മുഹമ്മദ് യാക്കൂബ് മുജാഹിദ് അൽ ജസീറയോട് പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബന്ധങ്ങളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അയൽ രാജ്യങ്ങളാണെന്നതിനാൽ തന്നെ ഇടയിലുള്ള സംഘർഷങ്ങൾ ആർക്കും ഗുണം ചെയ്യില്ല എന്നും ബന്ധം പരസ്പര ബഹുമാനത്തിലും നല്ല അയൽപക്ക തത്വങ്ങളിലും അധിഷ്ഠിതമായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ പാലിക്കാത്തത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കരാർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കണമെന്ന് തുർക്കി, ഖത്തർ പോലുള്ള മധ്യസ്ഥ രാജ്യങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ ഉൾപ്പെടെ ഒരു രാജ്യത്തിനെതിരെയും സായുധ സംഘങ്ങളെ പിന്തുണയ്ക്കുന്നതല്ല അഫ്ഗാനിസ്ഥാന്റെ നയമെന്ന് വ്യക്തമാക്കിയ താലിബാൻ മന്ത്രി ആക്രമിക്കപ്പെട്ടാൽ അഫ്ഗാനികൾ തങ്ങളുടെ മാതൃരാജ്യത്തെ ധീരമായി പ്രതിരോധിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഇത് പാകിസ്ഥാനികൾക്കുള്ള അവസാന താക്കീതാണ്. കയ്യിലിരിപ്പ് കൊണ്ട് വാങ്ങിക്കൂട്ടുന്നതിന് ഇന്ത്യ എന്തു പിഴച്ചു? ഇന്ത്യക്ക് തരാനുള്ളത് തരാൻ നന്നായി അറിയാം. അതിനു തക്ക സായുധ സേനയും ആയുധ ശേഖരവും ഇന്ത്യക്ക് സ്വന്തമായി ഉള്ളപ്പോൾ താലിബാൻ തരുന്നതിലും വലുത് തരാൻ ഇന്ത്യക്ക് ആരുടെയും പിൻബലം ആവശ്യമില്ല. പാകിസ്ഥാൻ പ്രതിദിനം പുതിയ ഗൂഢാലോചനകളുമായി രംഗത്തെത്തുമ്പോഴും ഇന്ത്യയുടെ പ്രതികരണം വ്യക്തമാണ്. നമ്മുടെ ദേശത്തിനെതിരായാൽ പ്രത്യാഘാതം ഉറപ്പ് എന്നത്. മോദിയുടെ ഭരണകാലം ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ ഒരു സുരക്ഷാ ശക്തിയായി മാറ്റിയിരിക്കുന്നു. ഇനി ഭീഷണികൾ വരുമ്പോൾ ഇന്ത്യ മറുപടി പറയുന്നത് വാക്കുകൾ കൊണ്ടല്ല, പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന് ഇനിയെങ്കിലും പാക്കുകൾ പ്രകോപിപ്പിക്കുമ്പോൾ ഓർത്താൽ നല്ലത്. പ്രതിപക്ഷ നേതാവിന്റെ പുനർജനി ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് വീട് നിർമ്മിക്കാൻ ധനസമാഹരണാർത്ഥം IOC UK പീറ്റർബോറോ യൂണിറ്റിന്റെ മേൽനോട്ടത്തിൽ ഞായറാഴ്ച സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് വലിയ വിജയമായി. പുനർജനി ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി IOC UK കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് ഏരിയയുടെയും പീറ്റർബോറോ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ പറവൂരിൽ ഭവനരഹിത കുടുംബത്തിനായി ആരംഭിച്ച സ്നേഹവീടിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പീറ്റർബോറോ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഭവനത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പണം സ്വരൂപിക്കുന്നത്. വെറും 2 ദിവസം കൊണ്ട് 300ഓളം പാക്കറ്റ് ബിരിയാണി ഓർഡറുകൾ ഈ വലിയ ജീവകാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ചതായും ഏകദേശം 1 ലക്ഷത്തോളം രൂപ നീക്കിയിരിപ്പ് തുക സ്വരൂപിക്കാൻ സാധിച്ചതായും സംഘാടകർ അറിയിച്ചു. എറണാകുളം ജില്ലയിലെ പറവൂർ വടക്കേക്കര പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മം IOC UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ്, ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ്, പീറ്റർബോറോ യൂണിറ്റ് പ്രസിഡന്റ് റോയ് ജോസഫ്, KPCC ജനറൽ സെക്രട്ടറി ഫിൽസൺ മാത്യൂസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA നിർവഹിച്ചിരുന്നു. പീറ്റർബോറോ യൂണിറ്റ് ഭാരവാഹികളായ റോയ് ജോസഫ്, സൈമൺ ചെറിയാൻ, ജിജി ഡെന്നി, സിബി അറക്കൽ, ഡിനു എബ്രഹാം, ജനു എബ്രഹാം, ജോബി മാത്യു, അനൂജ് മാത്യു തോമസ്, സണ്ണി എബ്രഹാം, എബ്രഹാം ജോസഫ്, ഷിജു, രാജീവ് യോഹന്നാൻ, ഡെന്നി ജേക്കബ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി.
അടുത്തത് പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.99 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 87.69 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 101.78 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.33 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 62.64 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദീപാവലി ആശംസകൾക്ക് പിന്നാലെ ട്രംപിന് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഐക്യം പ്രതീക്ഷിക്കുന്നതായി മോദി എക്സിൽ കുറിച്ചു. ഭീകരവാദികൾക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നതിന്റെ പേരിൽ ആരോപണം നേരിടുന്ന പാകിസ്ഥാനെതിരെ UN-ലടക്കം ഇന്ത്യ പോരാട്ടം ശക്തമായ സാഹചര്യത്തിലാണ് ട്രംപിന് മോദിയുടെ മറുപടി. പാകിസ്ഥാനുമായി US നയതന്ത്ര ബന്ധം വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഐക്യപ്പെടണമെന്ന് ട്രംപിനോട് മോദി ആവശ്യപ്പെട്ടത്. പ്രസിഡന്റ് ട്രംപ്, നിങ്ങളുടെ ഫോൺ കോളിനും ഊഷ്മളമായ ദീപാവലി ആശംസകൾക്കും നന്ദി. ഈ ദീപങ്ങളുടെ ഉത്സവത്തിൽ നമ്മുടെ രണ്ട് മഹത്തായ ജനാധിപത്യ രാജ്യങ്ങൾ ലോകത്തെ പ്രതീക്ഷയോടെ പ്രകാശിപ്പിക്കട്ടെ. എല്ലാത്തരം ഭീകരതയ്ക്കെതിരെയും ഐക്യത്തോടെ നമ്മൾക്ക് നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് മോദി എക്സിൽ കുറിച്ചു. വൈറ്റ് ഹൌസിൽ നടന്ന ദീപാവലി ആഘോഷത്തിനിടെ ഗ്രേറ്റ് ഫ്രണ്ട് എന്നാണ് ട്രംപ് മോദിയെ വിശേഷിപ്പിച്ചത്. നാഗാലാൻഡിൽ 32 MLA-മാരുള്ള മുഖ്യമന്ത്രിയുടെ പാർട്ടി 2 MLA-മാരുള്ള പാർട്ടിയിൽ ലയിച്ചു. പ്രധാന ഭരണകക്ഷിയായ നാഷണലിസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയാണ് നാഗ പീപ്പിൾസ് ഫ്രണ്ടിൽ ലയിച്ചത്. NDP നേതാവായിരുന്ന മുഖ്യമന്ത്രി നെയ്ഫ്യൂ റിയോ ആണ് NBF-ന്റെ പുതിയ പ്രസിഡന്റ്. ജനറൽ സെക്രട്ടറിയായി അജുബെമോ കിക്കോൺ തുടരും. നേരത്തെ NBF നേതാവായിരുന്ന റിയോ 2017 പാർട്ടി വിട്ട് NDPP-യിൽ ചേരുകയായിരുന്നു. അടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ NDPP ഭരണം പിടിച്ചു. 32 MLA-മാരുള്ള NDPP 2 MLA-മാരുള്ള NBF-ൽ ലയിക്കുന്നത് നാഗാലാൻഡിന്റെ വിശാല ലക്ഷ്യങ്ങൾക്കായാണെന്ന് റിയോ പറഞ്ഞു. ഭരണമുന്നണിയിലുള്ള BJP-ക്ക് 12 MLA-മാരുണ്ട്. 60 അംഗ നിയമസഭയിൽ മറ്റു ചെറുകക്ഷികളുടെ MLA-മാരും സ്വതന്ത്രന്മാരും ഭരണമുന്നണിയിലാണ്. ഫലത്തിൽ സംസ്ഥാനത്ത് പ്രതിപക്ഷം ഇല്ല. ദീപാവലിക്ക് പിന്നാലെ ഡൽഹിയിലെ വായു ശ്വസിക്കുന്നതിനെ ആരോഗ്യ വിദഗ്ധർ വിശേഷിപ്പിച്ചത് 10 സിഗരറ്റ് ഒന്നിച്ചു വലിക്കുന്നതിന് തുല്യം എന്നാണ്. ഹരിത പടക്കങ്ങൾ മാത്രമേ പൊട്ടിക്കാവൂ എന്ന സുപ്രീം കോടതി നിബന്ധന ലംഘിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിച്ച സാധാരണ പടക്കങ്ങൾ വ്യാപകമായി പൊട്ടിച്ചതോടെ ഡൽഹി NCR-ലെ വായു നിലവാര സൂചിക ഇന്നലെ രാവിലെ 420 കടന്നു. ഡൽഹിയിൽ ഏകദേശം 500 കോടി രൂപയുടെ പടക്ക വിൽപ്പന നടന്നു എന്നാണ് ചേംബർ ഓഫ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ബ്രിജേഷ് ഗോയൽ പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വിൽപ്പന 40% വർദ്ധിച്ചെന്ന് സദർ ബസാർ ട്രേഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പരംജിത് സിംഗ് പമ്മ പറഞ്ഞു. ആഘോഷം പരിസ്ഥിതി സൗഹൃദമാക്കാൻ പരമാവധി ശ്രമിച്ചു, പക്ഷേ ആളുകളുടെ പ്രതികരണം മോശമായിരുന്നു എന്ന് യുണൈറ്റഡ് റെസിഡൻസ് ജോയിന്റ് ആക്ഷൻ പ്രസിഡന്റ് അതുൽ ഗോയൽ പറഞ്ഞു. ശബരിമല ദർശനത്തിന് തിരിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നു. പത്തനംതിട്ട പ്രമാടം ഗ്രൗണ്ടിൽ ഇറക്കിയ ഹെലികോപ്റ്ററാണ് കോൺക്രീറ്റ് ചെയ്ത ഹെലിപാഡിൽ താഴ്ന്നത്. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും എത്തി ഹെലികോപ്റ്റർ തള്ളി മാറ്റി. ഇന്നലെയാണ് പ്രമാടത്ത് ഹെലിപാഡിൽ ബദൽ സംവിധാനം എന്ന നിലയ്ക്ക് കോൺക്രീറ്റ് ഇട്ടത്. രാഷ്ട്രപതി എത്തുന്ന ഹെലികോപ്റ്റർ നിലയ്ക്കലിൽ ഇറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അത് പിന്നീട് പ്രമാടത്തേക്ക് മാറ്റുകയായിരുന്നു. താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സ്ഥാപനത്തിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. 3 FIR-കളിലായി 361 പേർക്കെതിരെയാണ് കേസെടുത്തത്. DYFI കൊടുവള്ളി ബ്ലോക്ക് പ്രസിഡന്റും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ T മെഹറൂഫാണ് 1-ാം പ്രതി. കലാപം സൃഷ്ടിക്കൽ, വഴിതടയൽ, അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സംഘർഷം ഉണ്ടാക്കിയതിലാണ് 321 പേർക്കെതിരെ കേസ്. കേസിൽ 3 FIR-കളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. സംഘർഷത്തിന് പുറമെ ഫ്രഷ് കട്ട് അറുമാലിന്യ സംസ്കരണ പ്ലാന്റിന് തീയിട്ട സംഭവത്തിൽ 30 പേർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. തൊഴിലാളികളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ കണ്ടെയ്നർ ലോറി തീവച്ച് നശിപ്പിച്ചുവെന്നും മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും നിറച്ചുവെന്നും FIR-ൽ പറയുന്നുണ്ട്. പ്ലാന്റും വാഹനങ്ങളും കത്തി നശിപ്പിച്ചതിൽ ഫ്രഷ് കട്ടിന് 5 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. തിരുവമ്പാടി സ്റ്റേഷനിലെ ASIയെ മർദ്ദിച്ചതിൽ 10ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മൊബൈലിൽ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ASIയെ ആക്രമിച്ചെന്നും 45,000 രൂപയുടെ മൊബൈൽ കവർച്ച ചെയ്തെന്നും FIR-ൽ പറയുന്നു. ഇന്നലെ വൈകിട്ടാണ് കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ടിന്റെ അറുമാലിന്യ സംസ്കരണ പ്ലാന്റിന് മുന്നിൽ സമരക്കാരും പോലീസും ഏറ്റുമുട്ടിയത്. താമരശ്ശേരി അമ്പായത്തോട് പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറുമാലിന്യ കേന്ദ്രത്തിനെതിരെ നടന്ന ജനകീയ സമരം തീവയ്പിലും അക്രമത്തിലും കലാശിച്ചു. പ്രതിഷേധത്തിനിടെ നാട്ടുകാർ തീയിട്ടതോടെ ഫാക്ടറി കത്തിനശിച്ചു. റൂറൽ SP KE ബൈജുവിനും CAയ്ക്കും സംഘർഷത്തിൽ പരിക്കുണ്ട്. ഇതോടെ പോലീസ് നിരവധി തവണ ഗ്രനേഡ് പ്രയോഗിച്ചു. ഫാക്ടറി കത്തിയെങ്കിലും അഗ്നിരക്ഷാസേനയ്ക്ക് സ്ഥലത്തെത്താൻ സാധിച്ചില്ല.
പ്രദേശവാസികൾ അഗ്നിരക്ഷാ സേന വാഹനങ്ങൾ തടഞ്ഞിട്ടു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ നോക്കിയതോടെയാണ് സംഘർഷം രൂക്ഷമായത്. തുടർന്ന് പ്രതിഷേധക്കാരും പോലീസുമായി ഏറ്റുമുട്ടലുണ്ടാവുകയായിരുന്നു. പിന്നാലെ പോലീസിന് നേരെ കല്ലേറുണ്ടായി. ഇതോടെയാണ് റൂറൽ എസ്.പിക്ക് പരിക്കേറ്റത്. PM ശ്രീയിൽ എതിർപ്പ് തുടരാൻ CPI. ഇത് സംബന്ധിച്ച് പാർട്ടി മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPI മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. ക്യാബിനറ്റിൽ ചർച്ച വന്നാൽ ശക്തമായി എതിർക്കാൻ ബിനോയ് വിശ്വം നിർദ്ദേശിച്ചു. ഇന്നലെ അജണ്ടയിൽ PM ശ്രീ പദ്ധതി ഇല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാനും CPI തീരുമാനിച്ചു. PM ശ്രീ പദ്ധതി കേരളം നടപ്പാക്കില്ല എന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണവേ ബിനോയ് വിശ്വം പറഞ്ഞു. CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയും PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. CPIM-നും CPI-ക്കും PM ശ്രീയിൽ ഒരേ നിലപാടാണുള്ളത്. RSS അജണ്ട നടപ്പാക്കാനുള്ള പദ്ധതി അനുവദിക്കില്ല എന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. കാർഷികാഭിവൃദ്ധിക്ക് ഉപയോഗിക്കാൻ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത ശേഷം വകമാറ്റി ചെലവഴിച്ച 1510 കോടി രൂപ തിരിച്ചടയ്ക്കണമെന്ന് ഹൈക്കോടതി വിധി പാലിക്കാതെ സർക്കാർ. ഭൂമി തരം മാറ്റലിന്റെ ഫീസായി പിരിച്ച തുകയുടെ 25%-ആയ 377.5 കോടി രൂപ 4 മാസത്തിനകം കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കണമെന്ന് കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ നവംബറിലാണ്. 11 മാസമായിട്ടും അടച്ചിട്ടില്ല. ബാക്കി 75% തുകയായ 1132.5 കോടി രൂപ തിരിച്ചടയ്ക്കാൻ നൽകിയ സമയപരിധി അടുത്ത മാസം തീരും. ഉത്തരവ് പാലിച്ചില്ല എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ ലഭിച്ചതോടെ പരാതിക്കാരൻ കോടതിയലക്ഷ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭൂമി തരം മാറ്റുമ്പോൾ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ഫീസ് കാർഷികാഭിവൃദ്ധി ഫണ്ടിൽ നിക്ഷേപിക്കണമെന്നും കൃഷിയുടെ പ്രോത്സാഹനത്തിന് മാത്രമേ തുക വിനിയോഗിക്കാവൂ എന്നുമാണ് വ്യവസ്ഥ. അനധികൃതമായി നികത്തുന്ന കൃഷിഭൂമി പൂർവ്വസ്ഥിതിയിലാക്കാനടക്കം ഈ തുക വിനിയോഗിക്കണം. എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ച് 2018 മുതൽ ഫീസായി പിരിച്ച തുക ട്രഷറി വഴി ധനവകുപ്പിലേക്കാണ് മാറ്റിയിരുന്നത്. കഴിഞ്ഞ വർഷം നവംബർ വരെ 1609 കോടി രൂപ പിരിച്ചു. ഇത് വകമാറ്റിയെന്ന് വ്യക്തമായ 1510 കോടി രൂപ ഒരു വർഷത്തിനകം കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് സർക്കാരിന് കനത്ത തിരിച്ചടിയായിരുന്നു. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ ടീം ഇന്ത്യക്ക് ട്രോഫി കൈമാറാൻ തയ്യാറാകാതെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ മോഹ്സിൻ നഖ്വിയുടെ പ്രതിഷേധം തുടരുന്നു. എത്രയും പെട്ടെന്ന് ട്രോഫി കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് BCCI മോഹ്സിൻ നഖ്വിക്ക് കത്തയച്ചിരുന്നു. ഒരു ഇന്ത്യൻ താരത്തെ തന്റെ അടുത്തേക്ക് അയച്ചാൽ തന്നുവിടാമെന്നായിരുന്നു നഖ്വിയുടെ നിലപാട്. BCCIക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ സമ്മാനദാന ചടങ്ങ് സംഘടിപ്പിക്കാമെന്ന നിർദ്ദേശവും നഖ്വി മുന്നോട്ട് വെച്ചു. ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ ബോർഡുകൾ ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുത്തിട്ടും ട്രോഫി കൈമാറാൻ നഖ്വി സമ്മതിച്ചതായാണ് വിവരം. ട്രോഫി വേണമെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് പ്രതിനിധി തന്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങണമെന്നാണ് നഖ്വിയുടെ നിലപാട്. എന്നാൽ നഖ്വിയുടെ കയ്യിൽ നിന്ന് ട്രോഫി വാങ്ങാൻ തയ്യാറല്ല എന്ന് BCCI വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാനഡയിൽ നിന്ന് നിർബന്ധിതമായി നാടുകടത്തപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ ഭയാനകമായ വർധന എന്ന് കണക്കുകൾ. വിദ്യാർത്ഥികളിലും ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളിലും ഇത് കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു. 2025 ജൂലൈ വരെ 1891 ഇന്ത്യക്കാരെ രാജ്യത്തു നിന്ന് പുറത്താക്കി കഴിഞ്ഞു. നാടുകടത്തൽ കാത്തിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം 6837 എന്ന് കാനഡ ബോർഡർ സർവീസസ് ഏജൻസിയുടെ കണക്കുകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിലെത്തി ദർശനം നടത്തി. ഇരുമുടിക്കെട്ടുമായി 18ാം പടി ചവിട്ടിയാണ് രാഷ്ട്രപതി അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയത്. കാനഡയിൽ വെച്ച് പ്രശസ്ത പഞ്ചാബി ഗായകനായ തേജി കഹ്ലോണിന് വെടിയേറ്റു. സംഭവം താനടക്കം ഇന്ത്യൻ വംശജർ കാനഡയിൽ അരക്ഷിതരാണെന്ന ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ വെളിപ്പെടുത്തലിനു പിന്നാലെ. ബുഡാപെസ്റ്റിൽ ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ഉച്ചകോടി നടത്താനുള്ള പദ്ധതികൾ സ്തംഭിച്ചു. ഉക്രൈനും യൂറോപ്യൻ സഖ്യകക്ഷികളും ഉക്രൈനിൽ നിന്നുള്ള പ്രാദേശിക ഇളവുകൾ ഇല്ലാതെ വെടിനിർത്തൽ ആവശ്യപ്പെട്ടതോടെ പിന്തിരിഞ്ഞ് ട്രംപ്. H-1B വിസ ഫീസ് എങ്ങനെയാണ് അടയ്ക്കുന്നതെന്നും ആരെയൊക്കെയാണ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതെന്നും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്. പുതിയ ഫീസ് അമേരിക്കയ്ക്ക് പുറത്തുള്ള വിസ അപേക്ഷകർക്ക് മാത്രമേ ബാധകമാകൂ എന്ന് അധികൃതർ. UK-യിൽ അന്താരാഷ്ട്ര റെയിൽ യാത്രയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ചാനൽ ടണലിലൂടെ ഡബിൾ ഡെക്കർ ട്രെയിനുകൾ ഓടിക്കാൻ യൂറോസ്റ്റാർ പദ്ധതി. പരിപാലന ചെലവുകളുടെ പേരിൽ ബ്രിട്ടനിലെ ചരിത്രപ്രധാനമായ കത്തീഡ്രലുകളും പള്ളികളും അടുത്ത 5 വർഷത്തിനകം അടച്ചുപൂട്ടേണ്ടി വരാമെന്ന് റിപ്പോർട്ട്. UK-യിലെ ആരോഗ്യ സേവന മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള 50 നേതാക്കളുടെ പട്ടികയിൽ ഇടം നേടി മലയാളിയായ നഴ്സ് സതിൻ സത്യൻ. ജപ്പാനിൽ ചരിത്രം കുറിച്ച് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് സനെ തകൈച്ചി പ്രധാനമന്ത്രി പദത്തിലേക്ക്. രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകും ജപ്പാന്റെ ഉരുക്കു വനിത. PM ശ്രീയിൽ എതിർപ്പ് തുടരാൻ CPI. ഇത് സംബന്ധിച്ച് CPI മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.